ഇന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്ന മൂവിയാണ് IB71. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് പോകാം. മൂവിയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ചൈനയിലെയും പാകിസ്ഥാനിലെയും രണ്ട് ആർമി ഓഫീസേഴ്സിനെ കാണിക്കുന്നു. അവർ ഇന്ത്യക്കെതിരായിട്ട് എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട്. പിന്നെ പാകിസ്ഥാനാണ് കാണിക്കുന്നത്. പാകിസ്ഥാൻ ഇപ്പോൾ യുദ്ധത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. അവിടെ നടക്കുന്ന കാര്യമെല്ലാം ഒരു ഇന്ത്യൻ ഏജൻറ്റ് ക്യാമറയിൽ ഷൂട്ട് ചെയ്തെടുക്കുന്നു. ആ ഏജൻറ്റിനെ പാകിസ്ഥാനിലെ പട്ടാളക്കാർ പിടിക്കുന്നുമുണ്ട്. എന്നിട്ടൊരു ക്യാമ്പിലേക്ക് കൊണ്ടുപോകുന്നു. ആ ഏജൻറ്റിനെ രക്ഷിക്കാൻ വേണ്ടി ദേവ് വരുന്നു. ദേവ് ഒരു ഇന്ത്യൻ ഏജൻറ്റാണ്. അവിടെ പാകിസ്ഥാനിലെ ഒരു ആർമി ഓഫീസറിൻ്റെ യൂണിഫോം ഒക്കെ ഇട്ടാണ് വന്നേക്കുന്നത്. അവിടെ ദേവ് ആദ്യം കാണുന്ന സെക്യൂരിറ്റിയോട് സംസാരിക്കുന്നു. എന്നിട്ട് പറയുന്നു, ആ പിടിക്കപ്പെട്ട ഇന്ത്യൻ ഏജൻറ്റും പിന്നെ അവൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയ എവിഡൻസും എത്രയും പെട്ടെന്ന് എനിക്ക് ഇവിടുന്ന് കൊണ്ടുപോകണം, ഇത് മുകളിൽ നിന്നുള്ള ഓർഡറാണെന്ന്. ആ സെക്യൂരിറ്റി തിരിച്ച് ദേവിനോടൊന്നും പറയില്ല. അപ്പോൾ തന്നെ അവിടെ ആ ഇന്ത്യൻ ഏജൻറ്റിനെ കൊണ്ടുവരുന്നു. ആ ഇന്ത്യൻ ഏജൻറ്റുമായിട്ട് ദേവ് അവിടുന്ന് പോകുന്നു. കുറച്ച് ദൂരം പോകുമ്പോഴാണ് ആ ഏജൻറ്റ് പറയുന്നത്, ഏറ്റവും മെയിനായിട്ടുള്ള എവിഡൻസ് നമ്മൾ കൂടെ കൊണ്ടുവന്നിട്ടില്ല, ഞാൻ ഷൂട്ട് ചെയ്ത എല്ലാ റീലും ഇപ്പോഴും ക്യാമ്പിലാണെന്ന്. അങ്ങനെ ദേവ് വീണ്ടും ക്യാമ്പിലേക്ക് പോകുന്നു. അപ്പോഴാണ് ആ ക്യാമ്പിലെ സീനിയർ ഓഫീസർ ദേവിനെ കാണുന്നത്. ആ ഓഫീസറിന് ദേവിനെ കാണുമ്പോൾ തന്നെ ഡൗട്ട് അടിക്കുന്നുണ്ട്. പക്ഷേ ദേവ് അപ്പോഴും പേടിക്കുന്നില്ല. നല്ല കോൺഫിഡൻസ് ആയിട്ട് സംസാരിക്കുന്നു. എന്നിട്ട് അവിടുന്ന് ആ റീലുമായിട്ട് രക്ഷപ്പെട്ടു പോകുന്നു. ദേവ് ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നിട്ട് പാകിസ്ഥാനിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ എല്ലാം അവൻ്റെ ചീഫിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ദേവ് പറയുന്നത് പാകിസ്ഥാൻ ഇപ്പം പുതിയ 10 റൺവേസാണ് പണിഞ്ഞേക്കുന്നത്, ചിലപ്പോൾ ഇന്ത്യക്കെതിരായിട്ടുള്ള യുദ്ധത്തിന് വേണ്ടിയായിരിക്കുമെന്ന്. അവൻ്റെ ചീഫ് പറയുന്നത് ഇല്ല, ഇന്ത്യക്കെതിരായിട്ട് ഇപ്പോൾ യുദ്ധം ചെയ്യുന്ന ഒരവസ്ഥയിലല്ല പാകിസ്ഥാനെന്ന്. പിന്നെ പാകിസ്ഥാനിലെ ഒരു ആർമി ഓഫീസറിനെ കാണിക്കുന്നു. അയാൾ ISIലെ ചീഫ് ഓഫീസറായ അഫ്സലിനോട് പറയുന്നു, വേറെ ഒരു പ്ലാനിങ്ങും ഇന്ത്യക്കെതിരായിട്ട് നടത്തരുത്, എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ ഇന്ത്യ അലേർട്ടാവും, പിന്നെ നമ്മുടെ മെയിൻ പ്ലാൻ നടക്കില്ല. അതുകൊണ്ട് എല്ലാവരോടും പറഞ്ഞേക്ക് ഇന്ത്യക്കെതിരായിട്ട് കുറച്ച് നാളത്തേക്ക് എല്ലാ പ്ലാനിങ്ങും സ്റ്റോപ്പ് ചെയ്ത് വെക്കാനെന്ന്. എന്തെങ്കിലും മിസ്റ്റേക്ക് നടന്നിട്ടുണ്ടെങ്കിൽ അഫ്സലിനെ വെറുതെ വിടില്ല എന്നാണ് ആ ആർമി ഓഫീസർ പറയുന്നത്. പിന്നെ ദേവിനെ കാണിക്കുന്നു. ദേവിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആസാദ് ദേവിനോട് വന്ന് സംസാരിക്കുന്നുണ്ട്. ആസാദിൻ്റെ ആഗ്രഹമാണ് ദേവിൻ്റെ കൂടെ ഒരു മിഷനെങ്കിലും ചെയ്യണമെന്ന്. ഇവർ രണ്ടുപേരും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ദേവിനൊരു മെസ്സേജ് കിട്ടുന്നത്. ആ മെസ്സേജ് പാകിസ്ഥാനിലുള്ള ഒരു ഇന്ത്യൻ ഏജൻറ്റാണ് അയക്കുന്നത്. അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽ ദേവ് ചീഫിനോട് പോയി പറയുന്നു. 10 ദിവസം കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെസ്റ്റ് പാകിസ്ഥാനിൽ നിന്ന് ഈസ്റ്റ് പാകിസ്ഥാനിലേക്ക് കുറച്ച് പ്ലെയിനുകൾ പോകും. ആ പ്ലെയിൻ അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ചൈനയും പാകിസ്ഥാനും ഒരുമിച്ച് ഇന്ത്യയെ അറ്റാക്ക് ചെയ്യുമെന്ന്. നമുക്ക് യുദ്ധത്തിന് വേണ്ടി കുറഞ്ഞൊരു 30 ദിവസമെങ്കിലും വേണമെന്ന് ദേവ് പറയുന്നുണ്ട്. അതിനു മുമ്പ് പാകിസ്ഥാൻ അറ്റാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഈ കാര്യം അവിടെയുള്ള മിനിസ്റ്റേഴ്സിനോടെല്ലാം സംസാരിക്കുന്നു. അപ്പോൾ ദേവ് പറയുന്നു, ഈ വെസ്റ്റ് പാകിസ്ഥാനിൽ നിന്ന് ഈസ്റ്റ് പാകിസ്ഥാനിലേക്ക് പ്ലെയിൻ പോകണമെങ്കിൽ നമ്മുടെ എയർ സ്പേസ് ആണ് വേണ്ടത്, നമുക്ക് എയർ സ്പേസ് ബ്ലോക്ക് ചെയ്യാവുന്ന. അപ്പോൾ ചീഫ് പറയുന്നത് ഇതൊരിക്കലും നടക്കില്ല, എയർ സ്പേസ് ബ്ലോക്ക് ചെയ്യണമെങ്കിൽ ഒരു വാർ നടക്കണം, എന്നാൽ മാത്രമേ നമുക്കത് ബ്ലോക്ക് ചെയ്യാൻ പറ്റൂ, എല്ലാ കാര്യത്തിനും ഓരോരോ റൂൾസൊക്കെ ഉണ്ടെന്ന്. ഇനി പാകിസ്ഥാനെ തടയാൻ എന്ത് ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ദേവിൻ്റെ ഇടയ്ക്ക് ആസാദ് വരുന്നത്. ആസാദിന് പുതിയൊരു മിഷൻ കിട്ടിയിട്ടുണ്ട്. കശ്മീരിൽ പോകണം. അവിടെ 3 പയ്യന്മാർ ഒരു പ്ലെയിൻ ഹൈജാക്ക് ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നൊരു പയ്യനെ പോലീസുകാർ പിടിച്ചു. ആ പയ്യൻ്റെ പേരാണ് ഖാസിം ഇതിൻ്റെ ട്രെയിനിങ്ങിന് വേണ്ടി ബോർഡർ ക്രോസ് ചെയ്ത് ട്രെയിനിങ് ഒക്കെ എടുത്തിട്ട് തിരിച്ചു വന്ന ഒരാളാണ്. പക്ഷേ പോലീസ് പിടിച്ച് പിന്നെ അവൻ പറയുന്നത് അവൻ ആ 2 പേരെ കണ്ടുപിടിക്കാൻ പോലീസിനെ സഹായിക്കാമെന്ന്. ഇത് കേൾക്കുമ്പോൾ ദേവിനൊരു ഐഡിയ വരുന്നു. ദേവിൻ്റെ ചീഫിനോട് പോയി സംസാരിക്കുന്നു. പറയുന്നു, കശ്മീരിൽ നടക്കാനിരുന്ന ആ പ്ലെയിൻ ഹൈജാക്ക് അത് ആ പയ്യന്മാരെ കൊണ്ട് തന്നെ നടത്തണം. ഇത് നടന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതൊരു ആക്ട് ഓഫ് വാർ ആയിട്ട് എടുക്കാം, നമ്മുടെ എയർ സ്പേസ് നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ പാകിസ്ഥാൻ്റെ പ്ലാനും ഫെയിലാകും. യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുക്കാൻ നമുക്ക് കൂടുതൽ ദിവസങ്ങളും കിട്ടുമെന്ന്. ആദ്യമൊന്നും ചീഫ് സമ്മതിക്കുന്നില്ലെങ്കിലും പിന്നെ ദേവ് പറയുന്ന ചീഫിന് കേൾക്കേണ്ടി വരുന്നു. വേറൊരു ഓപ്ഷനും ഇല്ല. അങ്ങനെ ദേവ് ആസാദിൻ്റെ കൂടെ കശ്മീരിലേക്ക് പോകുന്നു. പിന്നെ ഖാസിമിനെ കാണിക്കുന്നു. ഖാസിം എന്നും രാവിലെ പോലീസുകാരുടെ കൂടെ എയർപോർട്ടിൽ വരും. അവൻ്റെ കൂടെയുള്ള ആ 2 ആൾക്കാർ എയർപോർട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ പോലീസുകാരെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് അവൻ വരുന്നത്. അത് കഴിഞ്ഞിട്ട് അവനൊരു പടം കാണാൻ കയറും. എന്നും സെയിം മൂവി തന്നെയാണ് കാണുന്നത്. പോലീസുകാർ പറയുന്നുണ്ട് എന്നും ഇത് കാണാൻ നിനക്ക് വല്ല വട്ടുകൊണ്ടോന്ന്. പക്ഷേ ഖാസിം അതൊന്നും മൈൻഡ് ചെയ്യില്ല. ആ ദിവസം തൊട്ട് തന്നെ ആസാദും ദേവും ഖാസിമിനെ ഫോളോ ചെയ്തു തുടങ്ങി. ഒരു ദിവസം രാവിലെ ഖാസിം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നു. ദേവ് അപ്പം ഖാസിമിനെ ഫോളോ ചെയ്യുന്നുണ്ട്. ഖാസിം നേരെ പോകുന്ന അവൻ്റെ കസിനായ അഷ്ഫാഖിൻ്റെ അടുക്കെയാണ്. ഇവർ രണ്ടുപേരും എന്നും ഒരുമിച്ചാണ് ആ മൂവി കാണുന്നത്. ഇവരിപ്പോഴും പ്ലെയിൻ ഹൈജാക്കിൻ്റെ ആ പ്ലാൻ ഡ്രോപ്പ് ചെയ്തിട്ടില്ല. ആ മൂവിയിലൊരു പ്ലെയിൻ്റെ സീനുണ്ട്, അതിലെല്ലാ ഇൻറ്റീരിയറും കാണിക്കുന്നുണ്ട്. അത് കണ്ടിട്ടാണ് ഇവരിപ്പോൾ ആ ഹൈജാക്കിങ്ങിൻ്റെ പ്ലാൻ കണ്ടിന്യൂ ചെയ്യുന്നത്. ഏകദേശം ഇൻറ്റീരിയറൊക്കെ മനസ്സിലാക്കി എല്ലാ പ്ലാനും സെറ്റാണ്. ഇനി നാളെ തന്നെ പോയി കുറച്ച് ഗൺസ് മേടിക്കണമെന്ന് ഖാസിം പറയുന്നു. അപ്പോൾ അഷ്ഫാഖിനെയാണ് ഒരു അഡ്രസ്സ് കൊടുത്തിട്ട് പറഞ്ഞു വിടുന്നത്. ഈ ഇൻഫർമേഷൻ എങ്ങനെയൊക്കെയോ പോലീസുകാർക്ക് മനസ്സിലായി. അഷ്ഫാഖിനെ പിടിക്കാൻ വേണ്ടി അവിടെ പോലീസുകാർ വരുന്നുണ്ട്. പോലീസുകാർ അഷ്ഫാഖിനെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ദേവിൻ്റെ എല്ലാ പ്ലാനും ഫ്ലോപ്പ് ആകും. അതുകൊണ്ട് ദേവ് അവിടുന്ന് അഷ്ഫാഖിനെ രക്ഷപ്പെടുത്തിക്കൊണ്ട് പോകുന്നു. അഷ്ഫാഖ് വിചാരിക്കുന്ന ദേവ് ഒരു ടെററിസ്റ്റ് ആണെന്ന്. ദേവ് അത് മാറ്റി പറയാൻ നിൽക്കുന്നില്ല. അടുത്ത ദിവസം തന്നെ അഷ്ഫാഖിനും ഖാസിമിനും ദേവ് ഒരു പേപ്പർ കൊടുക്കുന്നുണ്ട്. അതിലെഴുതിയേക്കുന്നത് നാളെ തന്നെ പ്ലെയിൻ ഹൈജാക്ക് ചെയ്യണം, അതിനുള്ള ആവശ്യമുള്ള ഡമ്മി വെപ്പൺസ് എല്ലാം ഈ കൊടുത്തേക്കുന്ന അഡ്രസ്സിൽ പോയി മേടിച്ചാൽ മതിയെന്ന്.
അങ്ങനെ അവൻ്റെ പ്ലാൻ മുമ്പോട്ട് പോകുന്നു. പിന്നാണ് ദേവിൻ്റെ വേറൊരു പ്ലാൻ കാണിക്കുന്നത്. ഈ പ്ലെയിൻ ഹൈജാക്ക് ചെയ്യുന്ന ആ ദിവസം ആ പ്ലെയിനകത്തുള്ള എല്ലാ പാസഞ്ചേഴ്സും ഇന്ത്യൻ ഏജൻസ് ആയിരിക്കും, ഒരു സിവിലിയൻസ് പോലും കാണില്ല. അങ്ങനെ ഏജൻസിനോട് പറയുന്നുണ്ട്, ഈ പ്ലെയിൻ പാകിസ്ഥാനിലെത്തി കഴിഞ്ഞാലും നിങ്ങൾ വെറും സിവിലിയൻസ് ആണ്, അതുപോലെ തന്നെ പെരുമാറാവൂ, വേറൊരു കുഴപ്പങ്ങളും നിങ്ങൾ കാണിക്കരുതെന്ന്. ഇവിടെ അഷ്ഫാഖ് വന്നിട്ട് ഡമ്മി ആയിട്ടുള്ള തോക്കൊക്കെ മേടിച്ചുകൊണ്ട് പോകുന്നു. അഷ്ഫാഖിനെ തടയാൻ വേണ്ടി അവിടെ സിക്കന്ദർ വരുന്നുണ്ട്. സിക്കന്ദർ മൂന്നാമത്തെ ആളാണ്. സിക്കന്ദറാണ് മെയിനായിട്ട് ഇവരെ ലീഡ് ചെയ്യേണ്ടത്. പക്ഷേ ഇപ്പോൾ ഈ ഹൈജാക്കിംഗ് നടക്കുന്നത് തന്നെ ദേവ് കാരണമാണ്. സിക്കന്ദർ അഷ്ഫാഖിനെ തടയുന്നതിന് മുമ്പ് തന്നെ അവിടെ ആസാദ് വരുന്നുണ്ട്. ആസാദും സിക്കന്ദറും തമ്മിലൊരു ഫൈറ്റാണ് നടക്കുന്നത്. ഫൈറ്റിൻ്റെ അവസാനം ആസാദ് മരിച്ചു പോകുന്നു. ആസാദിൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു പേപ്പർ സിക്കന്ദറിന് കിട്ടുന്നുണ്ട്. അത് കാണുമ്പോൾ തന്നെ സിക്കന്ദറിന് ഇവരുടെ എല്ലാ പ്ലാനും മനസ്സിലായി. പിന്നെ എയർപോർട്ട് കാണിക്കുന്നു. അങ്ങനെ അഷ്ഫാഖും ഖാസിമും എയർപോർട്ടിലെത്തുന്നു. അഷ്ഫാഖാണ് ആദ്യം ടിക്കറ്റ് എടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഖാസിം പോലീസുകാരുടെ കണ്ണ് വെട്ടിച്ച് വേഷം മാറി വന്ന് ടിക്കറ്റ് എടുക്കുന്നു. അപ്പോഴാണ് അവിടെ 2 സിവിലിയൻസ് വരുന്നത്. അവർക്കും ടിക്കറ്റ് വേണം. അവർക്ക് ടിക്കറ്റ് കൊടുത്തിട്ടില്ലെങ്കിൽ അഷ്ഫാഖിനും ഖാസിമിനും ഡൗട്ട് അടിക്കും. അതുകൊണ്ട് തന്നെ അവിടെയുള്ള ഓഫീസർ അവർക്കും ടിക്കറ്റ് കൊടുക്കുന്നു. സിക്കന്ദർ ഇവരെ തടയാൻ വരുന്നുണ്ട്. പക്ഷേ നല്ല ലേറ്റ് ആയിരുന്നു. അപ്പോഴത്തേക്കും പ്ലെയിൻ ടേക്ക് ഓഫ് ചെയ്തു. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഖാസിമും അഷ്ഫാഖും കയ്യിലുള്ള ഗൺ എടുത്ത് അതിലുള്ള പാസഞ്ചേഴ്സിനെ എല്ലാവരെയും പേടിപ്പിക്കുന്നുണ്ട്. എല്ലാവർക്കും അറിയാം അത് ഡമ്മി ഗണ്ണാണെന്ന്. എന്നിട്ടും എല്ലാവരും നല്ലപോലെ അഭിനയിക്കുന്നു. അവിടുന്ന് ഖാസിം നേരെ പോകുന്നത് കോക്ക്പിറ്റിലേക്കാണ്. അവിടെ പൈലറ്റിൻ്റെ കൂടെ തന്നെ കോ പൈലറ്റായിട്ട് ദേവാണ് ഇരിക്കുന്നത്. ഖാസിം പൈലറ്റിനോട് പറയുന്നു പ്ലെയിൻ നേരെ പാകിസ്ഥാനിലെ റാവൽപിണ്ടിയിലേക്ക് വിടാൻ. പൈലറ്റ് പറയുന്നത് അവിടം വരെ പോകാനുള്ള ഫ്യൂൾ നമുക്കില്ല, നമുക്ക് വേണമെങ്കിൽ കൂടിപ്പോയ ലാഹോർ വരെ പോകാൻ പറ്റത്തുള്ളൂ എന്ന്. അങ്ങനെ അവർ ലാഹോറിലെത്തുന്നു. ലാഹോറിലെത്തി കഴിഞ്ഞിട്ട് എയർപോർട്ടിൽ നിന്ന് അവർക്ക് ലാൻഡ് ചെയ്യാനുള്ള പെർമിഷൻ കൊടുക്കുന്നില്ല. കാരണം ഇതൊരു ഇന്ത്യൻ പ്ലെയിനാണ്. പക്ഷേ പ്ലെയിൻ്റെ ഒരു എഞ്ചിൻ തകരാറായതുകൊണ്ട് തന്നെ ദേവ് അവരുടെ പെർമിഷൻ ഇല്ലാതെ തന്നെ ആ പ്ലെയിൻ അവിടെ ലാൻഡ് ചെയ്യുന്നുണ്ട്. ലാൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഖാസിം അവിടെയുള്ള എയർപോർട്ടിലെ ആൾക്കാരോട് സംസാരിക്കുന്നു. ഖാസിം പറയുന്നു ഈ പ്ലെയിനിലുള്ള ആൾക്കാരെ വെറുതെ വിടണമെങ്കിൽ ഇന്ത്യയിലെ ജയിലിൽ കിടക്കുന്ന എൻ്റെ 32 ആൾക്കാരെയും വെറുതെ വിടണം. എന്നാൽ മാത്രമേ ഞങ്ങൾ ഇവരെ വെറുതെ വിടൂ, ഇല്ലെങ്കിൽ ഇവരെ എല്ലാവരെയും കൊന്നുകളയുമെന്ന്. ദേവ് പറയുന്നു ഇവരോട് സംസാരിച്ചിട്ട് കാര്യമില്ല, പാകിസ്ഥാനിലെ പൊളിറ്റീഷ്യനോട് വിളിച്ച് സംസാരിക്കാൻ പറയുന്നു. അതുപോലെ തന്നെ ഖാസിം കേൾക്കുന്നുണ്ട്. അവിടെയുള്ള പൊളിറ്റീഷ്യനുമായിട്ട് കണക്ട് ചെയ്യാൻ അവൻ എയർപോർട്ടിൽ വിളിച്ച് പറയുന്നു. അങ്ങനെ പൊളിറ്റീഷ്യൻസ് ഈ കാര്യത്തിൽ ഇടപെടുമ്പം ദേവിൻ്റെ പ്ലാൻ സക്സസ്ഫുൾ ആകും. ഈ പ്ലെയിൻ ഹൈജാക്കിങ് പാകിസ്ഥാൻ്റെ ഒരു പ്ലാൻ ആയിരുന്നു. അങ്ങനെ ആക്ട് ഓഫ് വാർ എന്ന രീതിയിൽ എയർ സ്പേസ് ബ്ലോക്ക് ചെയ്യാനും പറ്റും. പാകിസ്ഥാൻ്റെ പ്ലാനും ഫ്ലോപ്പ് ആകും. അങ്ങനെ അവിടെ പാകിസ്ഥാൻ്റെ മിനിസ്റ്റേഴ്സ് വരുന്നു. മിനിസ്റ്ററിൻ്റെ കൂടെ തന്നെ ISI ചീഫായ അഫ്സലും വരുന്നുണ്ട്. പാകിസ്ഥാനിലെ സീനിയർ ആർമി ഓഫീസറിന് മനസ്സിലാകുന്നില്ല ഇത്രയും സിമ്പിളായിട്ട് എങ്ങനെയാണ് ഇന്ത്യയിൽ നിന്നൊരു പ്ലെയിൻ ഹൈജാക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന്, അവരെങ്ങനെ ഇവിടെ എത്തിയെന്ന്. അപ്പോഴാണ് ആ ഓഫീസറിന് മനസ്സിലാകുന്നത് ഇവരുടെ വലിയ പ്ലാൻ ഫ്ലോപ്പാക്കാൻ വേണ്ടി ഇന്ത്യ നടത്തിയ ഒരു നാടകമാണിതെന്ന്. അങ്ങനെ ഇവർ വേറൊരു പ്ലാൻ ചെയ്യുന്നു. ISI ഓഫീസറായ അഫ്സൽ കൂടെ 2 വണ്ടിയായിട്ടാണ് വരുന്നത്. ഈ പ്ലെയിനകത്തുള്ള ആൾക്കാരെ ഒന്നും അന്ന് തന്നെ തിരിച്ചു വിടുന്നില്ല. അവിടുന്ന് നേരെ ഒരു ഹോട്ടലിലേക്ക് മാറ്റുന്നു. കാരണം ഇവർക്ക് എല്ലാവർക്കും ഡൗട്ടുണ്ട് ഈ പ്ലെയിനിൽ വന്നതിനകത്ത് ചില ആൾക്കാരെങ്കിലും ഏജൻറ്റാണ്. അവരെ എവിഡൻസോടെ പിടിക്കാൻ വേണ്ടിയാണ് അന്ന് അവിടുന്ന് വിടാത്തത്. ഇവിടെ ഖാസിമും അഷ്ഫാഖും ദേവിനെ പോയി കാണുന്നു. ഇവരിപ്പോഴും വിചാരിക്കുന്ന ദേവ് ടെററിസ്റ്റ് ആണെന്ന്. ദേവ് ഇവരോട് പറയുന്നു ഇന്ത്യ നമ്മുടെ കാര്യങ്ങൾ കേട്ടില്ലെങ്കിൽ അപ്പോൾ തന്നെ ഈ പ്ലെയിനിന് തീയിടണം, അവരെപ്പോൾ വേണേലും വാക്ക് മാറ്റി പറയുന്ന ആൾക്കാരാണെന്ന്. പിന്നെ ISI ചീഫായ അഫ്സലിനെ കാണിക്കുന്നു. അഫ്സലിനറിയാം ഈ പ്ലെയിനിൽ വന്നേക്കുന്ന പാസഞ്ചറിൽ കൂടുതലും ഏജൻസ് ആണെന്ന്. പക്ഷേ അതിനുള്ള തെളിവ് ഇവർക്ക് കിട്ടുന്നില്ല. എങ്ങനെയും തെളിവ് കണ്ടുപിടിക്കണം. എന്നിട്ട് ഈ പ്ലെയിൻ ഹൈജാക്ക് നടത്തിയത് ഇന്ത്യ തന്നെയാണ്, ഇതെല്ലാം ഇന്ത്യയുടെ തന്നെ പ്ലാനിങ് ആണെന്ന് ഈ ലോകത്തിന് കാണിച്ചു കൊടുക്കണമെന്ന് അഫ്സൽ പറയുന്നു. അങ്ങനെ ഈ വന്നേക്കുന്ന പാസഞ്ചറിനോടെല്ലാം വീട്ടിലേക്ക് കോൾ ചെയ്യാൻ പറയുന്നുണ്ട്. പിന്നെ പാകിസ്ഥാനിൽ തന്നെ ദേവിനെ സഹായിക്കാൻ വേണ്ടി ഓൾറെഡി 2 ഇന്ത്യൻ ഏജൻസ് അവൈലബിൾ ആണ്. പിന്നെ ആ പാസഞ്ചർ എല്ലാം വീട്ടിലേക്ക് വിളിക്കുമ്പോഴത്തേക്കും അഫ്സൽ വേറൊരു റൂമിലിരുന്നിട്ട് ഇവരുടെ കോള് കേൾക്കുന്നുണ്ട്. ദേവ് ഇത് ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓരോ ഏജൻറ്റും കോൾ ചെയ്യുമ്പോഴും ഇത് അറ്റൻഡ് ചെയ്തത് ഇന്ത്യയിലുള്ള ഏജൻറ്റ് തന്നെയാണ്. അവർ സൗണ്ട് മാറ്റി മാറ്റി സംസാരിക്കുന്നു. പക്ഷേ അഫ്സലിന് അപ്പോഴും മനസ്സിലായി ഇവരെല്ലാവരും വിളിക്കുന്നത് ഒരേ സ്ഥലത്തേക്കാണ്. കാരണം അവിടെ മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഇന്ത്യയിലുള്ള എല്ലാ സ്ഥലങ്ങളിലും ഒരുമിച്ച് ഒരു ദിവസം മഴ പെയ്യാൻ ചാൻസ് കുറവാണ്. അങ്ങനെ അഫ്സലിന് മനസ്സിലായി ഇതിൽ നിന്ന് കുറേ ആൾക്കാർ ഏജൻറ്റാണ്. പക്ഷേ ഇപ്പോഴും സ്ട്രോങ് ആയിട്ടുള്ള എവിഡൻസ് ഇല്ല. കുറേ നേരം കഴിയുമ്പോഴത്തേക്കും ഈ ഹോട്ടലിലേക്കുള്ള ഇലക്ട്രിസിറ്റി പുറത്തുള്ള ഏജൻസ് കട്ട് ചെയ്ത് കളയുന്നു. രാത്രിയാകുമ്പോഴത്തേക്കും സിക്കന്ദർ അഫ്സലിൻ്റെ അടുക്ക് എത്തുന്നുണ്ട്. പിന്നെ ആസാദിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയ പേപ്പർ സിക്കന്ദർ ഫൈസലിന് കൊടുക്കുന്നു. അങ്ങനെ ഇവർക്ക് എല്ലാവർക്കും മനസ്സിലാകുന്നത് ആ ഫ്ലൈറ്റിൽ നിന്ന് വന്ന പൈലറ്റ് മാത്രമാണ് ഏജൻറ്റെന്ന്. ഇവർ നേരെ ആ ഹോട്ടലിലേക്ക് പോകുന്നുണ്ട്. അവിടെ വെച്ച് ദേവിനെ പിടിക്കുന്നു. ബാക്കിയുള്ള ആൾക്കാർ ഏജൻറ്റ്സ് ആണെന്ന് ഇവർക്ക് മനസ്സിലായില്ല. അപ്പോഴേക്കും ബാക്കിയുള്ള ഏജൻറ്റ്സ് ഇവരെ അറ്റാക്ക് ചെയ്യുന്നു. അവിടെ ഒരു സൈലൻറ്റ് ഫൈറ്റാണ് നടക്കുന്നത്. കൂടുതൽ സൗണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പുറത്തുള്ള സെക്യൂരിറ്റി ഗാർഡ് ഇതിനെപ്പറ്റി അറിയും. പിന്നെ ഇവർക്കെങ്ങും ആർക്കും ഒരിക്കലും ഇന്ത്യയിലേക്ക് തിരിച്ചു പോകാൻ കഴിയില്ല. ഫൈറ്റിൻ്റെ ഇടയ്ക്ക് സിക്കന്ദർ ആസാദിനെ കൊന്ന കാര്യം ദേവിനോട് പറയുന്നുണ്ട്. അതിന് പകരമായിട്ട് ദേവ് സിക്കന്ദറിനെ കൊല്ലുന്നു. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പാകിസ്ഥാൻ ഏജൻസിനെ ബോധം കെടുത്തിയ ഒരു റൂമിനകത്ത് കടത്തുന്നുണ്ട്.
പിന്നെ കുറച്ച് ഏജൻസ് ഫൈസലിൻ്റെ കൂടെയുള്ള ആൾക്കാരുടെയും യൂണിഫോം എടുത്തിടുന്നു. എന്നിട്ട് നേരെ താഴത്തെ ഫ്ലോറിൽ ചെന്നിട്ട് ഫൈസലിൻ്റെ കാറിൽ കയറിയിരുന്ന് നേരെ പോകുന്നു. ഗേറ്റിൻ്റെ അടുത്ത് എത്തിയിട്ട് സെക്യൂരിറ്റിയോട് പറയുന്നു, നാളെ രാവിലെ വരുന്ന ഓഫീസറിനോട് പറയണം ഞാൻ ബോർഡറിലേക്ക് പോയെന്ന്. അവിടെ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് തന്നെ അവിടെയുള്ള സെക്യൂരിറ്റീസിന് ആർക്കും ഇവരുടെ ഫേസും കാണുന്നില്ല. കാറ് നേരെ ഗേറ്റിൽ നിന്ന് പുറത്ത് കടന്ന് കുറച്ച് ദൂരെ പോയി നിർത്തിയിട്ടിട്ട് വീണ്ടും അവർ മതിൽ ചാടി ആ ഹോട്ടലിലേക്ക് തിരിച്ചു വരുന്നു. രാവിലെ പുതിയ ഓഫീസർ ചാർജ് എടുക്കുന്നു. ആ ഓഫീസർ ആദ്യം തിരക്കുന്നത് അഫ്സലിനെയാണ്. സെക്യൂരിറ്റി പറയുന്നു സാർ ഇന്നലെ രാത്രി തന്നെ ബോർഡറിലേക്ക് പോയെന്ന്. ആ ഓഫീസർ ഉള്ളിലേക്ക് വരുമ്പോഴത്തേക്കും ദേവും കൂടെയുള്ള ആൾക്കാരെല്ലാം പോകാൻ റെഡിയാണ്. ആ ഓഫീസർ പറയുന്നു നിങ്ങളെ ഇതുവരെ എങ്ങോട്ടും കൊണ്ടുപോകാൻ ഒരു ഓർഡറും വന്നിട്ടില്ല എന്ന്. അപ്പോഴാണ് ആ ഹോട്ടലിലേക്ക് ഒരു കോള് വരുന്നത്. ആ കോളിൽ പറയുന്നത് ഞാൻ മിനിസ്റ്ററിൻ്റെ PA ആണ്, എത്രയും പെട്ടെന്ന് അവിടെയുള്ള എല്ലാ ഇന്ത്യൻസിനെയും ബോർഡറിലേക്ക് കൊണ്ടുപോകാനെന്ന്. സത്യത്തിൽ ഈ കോൾ ചെയ്യുന്നത് പാകിസ്ഥാനിലുള്ള ഒരു ഇന്ത്യൻ ഏജൻറ്റാണ്. ഇതൊരു ഫേക്ക് കോളാണെന്ന് പോലും മനസ്സിലാക്കാതെ ഇവരെ എല്ലാവരുമായിട്ട് ആ ഓഫീസർ ബോർഡറിലേക്ക് പോകുന്നു. ഇവിടെ അപ്പോഴാണ് അഫ്സലിന് ബോധം വരുന്നത്. അഫ്സൽ എത്രയും പെട്ടെന്ന് ബോർഡർ എത്താൻ നോക്കുന്നുണ്ട്, പക്ഷേ അപ്പോഴേക്കും ലേറ്റായി. അഫ്സൽ വരുമ്പോഴത്തേക്കും ദേവിൻ്റെ കൂടെയുള്ള ആൾക്കാരും ബോർഡർ ക്രോസ് ചെയ്യുന്നതാണ് കാണുന്നത്. ഇവിടെ ഖാസിമും അഷ്ഫാഖും അറിയുന്നു ഇന്ത്യക്കാർ ജയിലിലുള്ള ആൾക്കാരെ വിടില്ല എന്ന്. അപ്പോഴേക്കും ഖാസിമും അഷ്ഫാഖും അവിടെ കിടക്കുന്ന പ്ലെയിൻ തീയിടുന്നു. ഇത് ദേവ് പറഞ്ഞ പ്ലാനായിരുന്നു. അപ്പോഴേക്കും ന്യൂസിലെല്ലാം വരുന്നത് പ്ലെയിൻ പാകിസ്ഥാൻ ഹൈജാക്ക് ആക്കിയിട്ട് തെളിവില്ലാതാക്കാൻ വേണ്ടി ആ പ്ലെയിൻ കത്തിച്ചു എന്നാണ്. അങ്ങനെ ഇന്ത്യക്കാർ എയർ സ്പേസ് ബ്ലോക്ക് ചെയ്യുന്നു. പാകിസ്ഥാൻ്റെ പ്ലാൻ ഫ്ലോപ്പ് ആകുന്നുണ്ട്. അങ്ങനെ കുറേ നാൾക്ക് ശേഷം പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലൊരു യുദ്ധം നടക്കുന്നുണ്ട്. പക്ഷേ അവിടെ പാകിസ്ഥാൻ സറണ്ടർ ആകുന്നു. ഇവിടെ ഈ മൂവി തീരുന്നു. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.